പ്രാർത്ഥന എന്ന് പറയുന്നത് വിശ്വാസിയുടെ ആയുധമാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ പ്രാർത്ഥന സ്വീകരിക്കുന്ന ആളുകളും ചില സന്ദർഭങ്ങളുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കൽ വളരെയധികം അത്യന്താപേക്ഷിതമാണ്. ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയില്ല എന്നാണ് ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മാതാപിതാക്കളുടെയും പടച്ച റബ്ബിൻ്റെയും ഇടയിൽ യാതൊരു മറയുമില്ല. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉത്തരം അള്ളാഹു കൊടുക്കുന്നതാണ്. അദൃശ്യതയിലുള്ള സഹോദരന് വേണ്ടിയുള്ള പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ്. നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അതുപോലെ ഹജ്ജിന് ഇഹ്റാം കെട്ടിയ മനുഷ്യൻ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെയുള്ള അവൻ്റെ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതാണ്. മാത്രവുമല്ല അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. ഇങ്ങനെ